ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ആഹാരം മീൽസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. അപ്പം അതിൻ്റെ ബാക്കി സെൻറ്റൻസുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്നോ രണ്ടോ സെൻറ്റൻസ് പഠിച്ചിട്ട് അതുമായി മുന്നോട്ട് പോകുന്നില്ലേ? എല്ലാവരും 2 സെൻറ്റൻസെങ്കിലും പഠിക്കുക, സ്വന്തം വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുക. ഇന്ന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നതും ഒരു മോശമാണ്. കാരണം പണ്ടത്തെ ജനറേഷനല്ല, ഈ വരുന്ന ജനറേഷൻ എല്ലാ കഴിവുകൾ കൊണ്ടും നമ്മളെ പാരൻസിനെക്കാട്ടിയും ഒരുപാട് മുന്നിലാണ്. അപ്പം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് അവരോട് എത്തില്ല, എന്നാലും അവരുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചെടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, വേഗം വരൂ, ആഹാരം വിളമ്പിക്കഴിഞ്ഞു. ഹറി അപ്പ്, ഫുഡ് ഹാസ് ബീൻ സെർവ്ഡ്. അപ്പോൾ വേഗം വരൂ, ആഹാരം വിളമ്പിക്കഴിഞ്ഞു. നമ്മളെ അമ്മമാരെന്ത് ചെയ്യും? ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പറയും, വേഗം വരൂ, ആഹാരം വിളമ്പിക്കഴിഞ്ഞു. ഹറി അപ്പ്, ഫുഡ് ഹാസ് ബീൻ സെർവ്ഡ്. ഫുഡ് ഹാസ് ബീൻ സെർവ്ഡ് എന്ന് പറയും. ആഹാരം വിളമ്പിക്കഴിഞ്ഞു, വേഗം വരൂ. ഹറി അപ്പ്, ഫുഡ് ഹാസ് ബീൻ സെർവ്ഡ്. അടുത്തത്, താങ്കൾ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ചില ആൾക്കാർ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കും. അപ്പോൾ എന്ത് പറയും? യു എയ്റ്റ് വെരി ലിറ്റിൽ. താങ്കൾ വളരെ കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. യു എയ്റ്റ് വെരി ലിറ്റിൽ. യു എയ്റ്റ് വെരി ലിറ്റിൽ. അല്പം കൂടി കഴിക്കൂ. പ്ലീസ് ഹാവ് സം മോർ. അല്പം കൂടി കഴിക്കൂ എന്നുള്ളതിന് എന്ത് പറയും? പ്ലീസ് ഹാവ് സം മോർ. അപ്പം നമ്മൾ വീട്ടിലുള്ളവരോടായാലും പറയും, കുറച്ചുകൂടി കഴിക്കൂ, കുറച്ചുകൂടി കഴിക്കുന്നു. അതിനെന്താ പറയാ? പ്ലീസ് ഹാവ് സം മോർ. താങ്കൾക്ക് ചായയോ കോഫിയോ ഏതാണ് വേണ്ടത്? നിങ്ങൾക്ക് ചായയോ കോഫിയോ ഏതാണ് വേണ്ടത്? വുഡ് യു ഹാവ് ടീ ഓർ കോഫി? വുഡ് യു ഹാവ് ടീ ഓർ കോഫി? അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നു, അപ്പോൾ നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ വേണ്ടത് എന്ന് എങ്ങനെ ചോദിക്കും? വുഡ് യു ഹാവ് ടീ ഓർ കോഫി? അപ്പോൾ നമ്മുടെ ഗസ്റ്റ് പറയും, എനിക്കൊരു കപ്പ് കാപ്പി കൊണ്ടുവരൂ. പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ. സോറി, പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് കോഫി. ഇപ്പോൾ ടീ ചായയാണ് വേണമെങ്കിൽ പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ. എനിക്കൊരു ചായ മതി എന്നുള്ളതിന് പറയും, കൊണ്ടുവരും എന്നുള്ളതിന് ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ. ഇപ്പൊ കോഫിയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ കോഫി കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീട്ടിലെ അവർ പറയും, ഒന്ന് ഒഴിച്ചു കൊടുക്കൂ, കോഫി ഒഴിച്ചു കൊടുക്കൂ. പോർ ദ കോഫി. പോർ ദ കോഫി. കുറച്ചുകൂടി കൊണ്ടുവരൂ. ബ്രിങ് സം മോർ. കുറച്ചുകൂടി കൊണ്ടുവരൂ എന്നുള്ളതിന് എന്ത് പറയും? ബ്രിങ് സം മോർ. അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നും പഠിക്കാനുണ്ട്, സെന്റൻസുകൾ. അപ്പോൾ ഇത്രയും സെന്റൻസുകളാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം. വേഗം വരൂ, ആഹാരം വിളമ്പിക്കഴിഞ്ഞു. ഹറി അപ്പ്, ഫുഡ് ഹാസ് ബീൻ സെർവ്ഡ്. നിങ്ങൾ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. യു എയ്റ്റ് വെരി ലിറ്റിൽ. അല്പം കൂടി കഴിക്കൂ. പ്ലീസ് ഹാവ് സം മോർ. നിങ്ങൾക്ക് ചായയാണോ കോഫിയോ ഏതാണ് വേണ്ടത്? വുഡ് യു ഹാവ് ടീ ഓർ കോഫി? എനിക്കൊരു കപ്പ് കാപ്പി കൊണ്ടുവരൂ. ബ്രിങ് മീ എ കപ്പ് ഓഫ് കോഫി. കോഫി ഒഴിച്ചു കൊടുക്കൂ. പോർ ദ കോഫി. കുറച്ചുകൂടി കൊണ്ടുവരൂ. ബ്രിങ് മീ സം മോർ. അപ്പൊ ഇതൊക്കെയാണ് ആഹാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ. ഈ സെന്റൻസുകളിൽ 2 എണ്ണമെങ്കിലും പഠിച്ച് അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം. അതിന് ചമ്മലൊന്നും വേണ്ട. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ചമ്മലായിട്ട് തോന്നും. പക്ഷെ നമ്മളുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ നല്ല രീതിയിൽ അത് മുന്നോട്ടാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ 2 സെന്റൻസ് എങ്കിലും പഠിച്ചെടുക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. എന്നിട്ട് അവരുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആക്കി കൊടുക്കുക. അത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ്. അതിൻ്റെ കൂടെ ഇന്നൊരു ടോക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞേ, സോഷ്യൽ മീഡിയ ഈ ജനറേഷനിലെ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനും ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ട്വിറ്റർ, ടെലിഗ്രാം ആവട്ടെ, വാട്സപ്പ് എല്ലാം. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഫോണിൽ കാർട്ടൂണോ
അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ടാണ് എല്ലാ കുട്ടികളും ഫുഡ് കഴിക്കുന്നതും വളരുന്നതും ഒക്കെ. ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് അവർക്ക് അതിലെല്ലാം ചെറിയ ചെറിയ അറിവുണ്ടാകുന്നത് നല്ലതാണ്. അത് പാരന്റ്സിനായാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് മോശമാണ്. ഒരു പരിധി വരെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ പരിധി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മോശമായ രീതിയിലാണ് ഭവിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മൾ അമ്മമാരോ അച്ഛന്മാരോ പുറത്തോ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കാനൊക്കെ പോകും. ആ സമയത്ത് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ഫോണാണെങ്കിലും യൂട്യൂബിൽ ടി വിയിലാണെങ്കിലും ചിലപ്പോൾ സ്വൈപ്പ് ചെയ്ത് പോയിട്ട് പല വിധത്തിലുള്ള വാർത്തകൾ കാണും. അവർ ചിലപ്പോൾ അറിയാതെ അവരെ പ്രായത്തിന് അറിയായിരിക്കില്ല ചിലപ്പോൾ ആ കാണുന്നത് തെറ്റാണ്. ചിലപ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടതായിരിക്കാം, അവർക്ക് അതിന്റെ മീനിങ് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാല് മോശമായ വീഡിയോകൾ കുട്ടികൾ കാണുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ടി വി കണ്ടിട്ടാകുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഫോൺ കൊടുത്തിട്ടാകുമ്പം നമ്മൾ അതിന്റെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇതിപ്പോ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അവരെ പറ്റി എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പൊ അവരുടെ ഒരു വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് വന്നിരുന്നു. അവര് തെറ്റുകാരല്ലാത്തത് കൊണ്ട് അവരത് തേടി കണ്ടുപിടിച്ച് അത് ഇട്ടവരെ കണ്ടുപിടിച്ചു. ആ ഇട്ടവരെ കണ്ടുപിടിച്ചതിൽ വന്ന കുട്ടികളുടെ ഏജ് കേൾക്കണം, 4ാം ക്ലാസ് പഠിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്നതും കൂടി ആ ഗ്രൂപ്പിലുണ്ട്. അതായത് കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അവരവരുടെ നമ്പർ കണ്ടുപിടിച്ച് പേഴ്സണലായിട്ട് അവരെ വിളിച്ചിട്ട് വന്നു. അത് എവിടുന്നാ കിട്ടിയത്? അത് എന്റെ ഫോണിൽ വന്നപ്പോൾ ഞാൻ അറിയാണ്ട് കണ്ടുപോയതാണ്. ആരാ തന്നത്? എല്ലാവരും കണ്ടുപിടിച്ച് ഇപ്പൊ അവര് കേസുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചെറിയ കുട്ടികള് മൊബൈൽ ഫോൺ കാണാൻ കൊടുക്കുന്നത് മോശമല്ല, നമ്മൾ ശ്രദ്ധിക്കണം. മൊബൈലിൽ എന്തൊക്കെ കാണുന്നു, കുട്ടികൾ അറിയാതെ കാണുന്നതാണ്. അപ്പൊ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. അവർ കാണുന്ന ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുക. അറിയാതെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ കേസുമായി മുന്നോട്ടാണ് വയനാടൻ ബ്ലോഗേഴ്സ് പോകുന്നത്. അപ്പൊ ഇതിലൊക്കെ പെടുകയാണെങ്കിൽ സൈബർ ക്രൈമാണ് വലിയ രീതിയിൽ. ആ കുട്ടികളുടെ ഭാവി അടക്കമാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായവും ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചത് എൻ്റെ ഭാഷ. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂരാണ്. ഇപ്പൊ 6 വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു. വീടല്ല, റെന്റിനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഭാഷയുടെ ഒരു ഇത്. കാരണം കണ്ണൂർ ഭാഷ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് ചില ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്, ചില ആൾക്കാർ ഇത് ഏതാ ഭാഷ എന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ബൈ.